യൂത്ത് കോൺഗ്രസിൽ സസ്പെൻഷൻ. 2 മണ്ഡലം പ്രസിഡന്റുമാർക്കും 14 നിയോജക മണ്ഡലം ഭാരവാഹികൾക്കുമാണ് സസ്പെൻഷൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കയ്യേറ്റ ശ്രമം ഉണ്ടായ സംഭവത്തിൽ ഓഡിയോ പുറത്തുവന്നതിന് പിന്നാലെയാണ് നടപടി. ശബ്ദരേഖ പുറത്തുവിട്ട റോബിൻ ഇലവുങ്കലിനടക്കമാണ് സസ്പെൻഷൻ. വിവരങ്ങളുമായി ജോഷിലയുണ്ട്. ജോഷില, ദുരന്ത ബാധിതർക്കായുള്ള ഫണ്ട് അത് പിരിച്ചതും അതിലുണ്ടായ തട്ടിപ്പും എല്ലാം കേരളം കണ്ടതാണ്. ഇപ്പോഴിതാ നടപടി ഉണ്ടായിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ. എന്താണ് സംഭവം? ബിജിഷ, 2 മണ്ഡലം പ്രസിഡന്റുമാർക്കും 14 നിയോജക മണ്ഡലം ഭാരവാഹികൾക്കുമാണ് ഇപ്പോൾ ആകെ 16 പേർക്ക് എതിരെയാണ് സസ്പെൻഷൻ നടപടികൾ എടുത്ത് യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, സംഘടനാ രംഗത്ത് സജീവമല്ലാത്ത വയനാട് ജില്ലയിലെ നേതൃസംഗമം സത്യസേവ സംഘർഷത്തിൽ പങ്കെടുക്കാത്ത ഈ ഭാരവാഹികളെ തലസ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്തതായി അറിയിക്കുന്നു എന്നുള്ളതാണ് ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. എന്നാൽ ഇതൊന്നുമല്ല, യൂത്ത് കോൺഗ്രസിനുള്ളിൽ പുകയുന്ന ചില ഗ്രൂപ്പ് തർക്കങ്ങൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത്. കാരണം ഗ്രൂപ്പ് തർക്കം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ് പിരിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ടാണ്. ആ ഫണ്ട് ഒരുപക്ഷെ അത് വീതം വെക്കുന്നതിലെ പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മണ്ഡലം പ്രസിഡന്റുമാരും കണക്ക് കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ സംസ്ഥാന ഭാരവാഹികൾ കണക്ക് വെക്കുന്നില്ല. ഈ ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ് വിശ്വസിച്ച് നൽകിയ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഫണ്ട് തട്ടിപ്പ് യൂത്ത് കോൺഗ്രസിൽ നടക്കുന്നത്. ഈ ഫണ്ട് തട്ടിപ്പിനെതിരെ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ രാഹുൽ മാങ്കൂട്ടം, ഈ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം എത്തിയപ്പോൾ വലിയ ത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സസ്പെൻഷൻ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഈ സസ്പെൻഷൻ നടപടിയിൽ വയനാട്ടിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ളത് റോബിൻ ഇലവുങ്കലാണ്. റോബിൻ ഇലവുങ്കൽ ഈ യൂത്ത് കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടക്കം പറയുന്ന ശബ്ദരേഖയാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് റോബിൻ ഇലവുങ്കലിനെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും യൂത്ത് കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്ന അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ മറ്റു രീതികളിൽ നടപടികളിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊതുവെ എല്ലാ വിഭാഗങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ വിമർശനം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതിനെ അടിച്ചമർത്താനുള്ള നടപടികളുമായി രാഹുൽ മാങ്കൂട്ടവും സംഘവും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരും ശബ്ദമുയർത്താൻ പാടില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്, അല്ലേ? തീർച്ചയായും. പക്ഷേ കഴിഞ്ഞ ദിവസം വയനാട് മാനന്തവാടിയിൽ നടന്ന ഈ നേതൃസംഗമത്തിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം, അടി വാങ്ങാതെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് വയനാട് വിട്ടു പോകില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭീഷണിയൊന്നും ഇവിടെ നടക്കില്ല, ഭീഷണിപ്പെടുത്തി ഞങ്ങളെ ഒതുക്കാൻ ശ്രമിക്കണ്ട എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ ശബ്ദരേഖകൾ വഴി പുറത്തു വന്ന കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തെ ആ റൂമിലിട്ട് അടിക്കാനടക്കമുള്ള, അതായത് കസേരയടക്കം വലിച്ചെറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇവിടുത്തെ ഫണ്ട് പിരിവ് എന്തായി, അതിന്റെ കണക്ക് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ മീനങ്ങാടി നിയോജകമണ്ഡലം പ്രസിഡന്റ് അസീസ് വാളാട് അടക്കമുള്ള ആളുകൾ ആണ് ഇവിടുത്തെ കണക്കവിടെ ഇരിക്കട്ടെ, എന്താണ് നിങ്ങൾ പിരിച്ച കണക്കെവിടെ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർത്തിയപ്പോഴാണ് വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ് പിരിച്ച ഫണ്ട് പിരിവ് അത് യൂത്ത് കോൺഗ്രസിലെ തന്നെ തമ്മിലടിക്ക് പ്രധാനപ്പെട്ട കാരണമാവുകയും അതിനെ പലരെയും സസ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ജോഷ്ല, ദുരിതബാധിതർക്കായി പിരിച്ച ഫണ്ട് അതിന്റെ കണക്ക് ചോദിക്കരുത്, കണക്കിനെ കുറിച്ച് അറിയരുത്. എന്നാൽ ഇതേ ചൊല്ലിയുള്ള സംഘർഷം ഓരോ ദിവസവും കൂടി വരികയുമാണ്, അല്ലേ? തീർച്ചയായും. ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ട് എവിടെയാണ് എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരികയാണ്. ഈ ഫണ്ട് മാത്രമാണ്, അതായത് ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞാണ് ഫണ്ട് പിരിച്ചിരിക്കുന്നത്. ദുരന്ത ബാധിതർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സുമനസുകളുടെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഫണ്ട് പിരിവ് നടത്തിയിരിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യുമ്പോൾ പരസ്പരം വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ദുരന്ത അല്ലെങ്കിൽ തല്ലുകൂടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇത്രയും ദാരിദ്ര്യമോ യൂത്ത് കോൺഗ്രസിന് എന്ന് ചോദിച്ചുകൊണ്ട് ഭിക്ഷാടനം നടത്തുന്ന അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. ഭിക്ഷാടനം എന്നുള്ള സമരമാർഗം ഉപയോഗിച്ച് ഡിവൈഎഫ്ഐ പണം പിരിക്കുകയും ഈ ഭിക്ഷയെടുത്ത് കിട്ടിയ പണം യൂത്ത് കോൺഗ്രസിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഏറ്റവും പ്രതീകാത്മകമായ ഒരു സമരം ഇന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വയനാട്ടിൽ തന്നെ നടത്തുകയുണ്ടായി. എന്തായാലും
ആളുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുൻപിൽ പരിഹാസ്യമാകുന്ന വിധത്തിലേക്ക് യൂത്ത് കോൺഗ്രസും അതിന്റെ നേതാക്കളും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച.